ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ? കൊലപാതകം എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഇതിന് വേറൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. അതെന്താ നിങ്ങൾക്കറിയാം? അതെ, നമ്മള് കാക്കകളുടെ ക്രോസിന്റെ ഒരു കൂട്ടത്തെ നമ്മൾ മർഡർ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ വരുന്ന കുറച്ച് ഗ്രൂപ്പുകളെ വിളിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കാക്കകളുടെ കൂട്ടത്തെ എന്താ പറയാ എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ? ഇനി അടുത്തൊരു ബേർഡാണ് ഔൾ എന്ന് പറയുന്നത്. ഓക്കെ, ഔൾ എന്ന് പറയുന്ന ആ ബേർഡിന്റെ ഒരു കൂട്ടത്തെ, ഒരുപാട് മൂന്നുകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തെ നമ്മൾ എന്ത് പറയും? യെസ്, ദാറ്റ് ഈസ് പാർലമെന്റ്. ഓക്കെ, പാർലമെന്റ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഡക്കുകളുടെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയാ? ദാറ്റ് ഈസ് ഫ്ലോക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്ലോക്സ്. ഇനി മറ്റൊരു പക്ഷിയാണ് പീകോക്ക്. നമ്മുടെ നാഷണൽ ബേർഡ് ആണ് അല്ലെ? പീകോക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയാ? പീകോക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രൈഡ് എന്നാണ് പറയുന്നത്. പ്രൈഡ്. ഒരുപാട് പീകോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് പ്രൈഡ് എന്നുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയാണ് പക്ഷികളുടെ വരുന്നത്. ഇനി നമുക്ക് ആനിമൽസിന്റെ നോക്കാം. ഓക്കെ, ആനിമൽസിന്റെ നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ കിങ്, നമ്മുടെ കിങ് ഓഫ് ദ ജംഗിൾ എന്ന് പറയുന്ന ലയൺ. ലയണിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയാ? ലയണിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്നത് സെയിം ലൈക്ക് പീകോക്ക് ആണ്, ദാറ്റ് ഇസ് പ്രൈഡ്. ഓക്കെ, ലയണിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രൈഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ആൻഡ് നമുക്ക് മങ്കീസ് ഉണ്ടല്ലോ, മങ്കികളുടെ ഒരുപാട് മങ്കീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഇസ് എ ട്രൂപ്പ്. ഓക്കെ, മൃഗങ്ങളിൽ മങ്കി വരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ട്രൂപ്പ് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഇസ് എ ട്രൂപ്പ്. ഓക്കെ, ഇനി നമുക്ക് മനുഷ്യരുടെ കാര്യം നോക്കാം. മനുഷ്യരുടെ കാര്യം നോക്കുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഓക്കെ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ക്ലാസ് എന്നുള്ളതാണ്. ക്ലാസ് എന്നുള്ളത് സ്റ്റുഡൻസ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ടീച്ചേഴ്സിന്റെ കൂടെ പറയാം. ടീച്ചേഴ്സിൽ ഒരു ടീച്ചർ ആണെങ്കിൽ ഫൈൻ, ഇറ്റ്സ് ടീച്ചർ. ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന്റെ വേർഡാണ് സ്റ്റാഫ് എന്നുള്ളത്. സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അത് സിംഗേഴ്സിന്റെ കാര്യമായിട്ട് വരുമ്പോൾ, ഒരുപാട് സിംഗേഴ്സ് വരുമ്പോൾ ദാറ്റ് ഇസ് കോൾഡ് എ കൊയർ. ഓക്കെ, കൊയർ എന്ന് പറയും. അത് ഇനി പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സിന്റെ ടീമിനെ നമ്മൾ പറയുന്നത് ദാറ്റ്സ് എ ടീം. ഓക്കെ, ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ടീം എന്നാണ് പറയുന്നത്. സോൾജേഴ്സ്, ഒരു സോൾജർ ആണെങ്കിൽ ഫൈൻ, ഒരുപാട് സോൾജേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടീമിനെ പറയുന്ന പേരാണ് ആർമി എന്നുള്ളത്. ഓക്കെ, ആർമി എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് തിങ്സ് കൂടി നോക്കാം. തിങ്സിന്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബുക്ക് എന്നുള്ളത് അല്ലെ? ബുക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബുക്ക് എന്ന് തന്നെ പറയും. ഒരുപാട് ബുക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു ബുക്സിന്റെ ടീമിന് നമ്മൾ പറയുന്ന പേരാണ് ലൈബ്രറി എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഇറ്റ്സ് ലൈബ്രറി. ഇനി അതുപോലെ തന്നെ ഫ്ലവർ, പൂവാണെന്നുണ്ടെങ്കിലും ഒരു ഫ്ലവർ ആണെങ്കിൽ നമ്മൾ ഫ്ലവർ എന്ന് തന്നെ പറയും. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ബൊക്കെ. ഓക്കെ, നമ്മൾ ബൊക്കെ. അവസാനമായിട്ട് നമുക്ക് നോക്കാം കീ എന്നുള്ള ഒരു വേർഡ്.